ഈ രീതികൾ ഫേക്ക് ആയിട്ട് നമ്മളെ രീതികൾ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ലോൺ ലോട്ടറി. ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ലോട്ടറിയാണ്. എന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം നടന്നൊരു രസകരമായ കേസ്. എന്റെ വീട് അറിയാം, എന്റെ വീട് ഓയിൽ അറിയാൻ. ഇനി നാളെ പ്രാക്ടീസ് ചെയ്യണേ. രണ്ട് വീട്ടുകാർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. ഇയാള് നല്ലൊരു പണക്കാരനാണ്, ഒന്നൊരു പൈസ ഇല്ലാത്ത ആളാണ്. ഇനി നാളെ പോയി പ്രാക്ടീസ് ചെയ്താലും ഇയാൾ ചെയ്തൊരു പണിയാണ്. ഇയാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി OLX ഇയാൾ വീട് വിൽപ്പന നടത്തുന്നു, സാമ്പത്തിക പരാതി ഇയാളെന്ന് പറഞ്ഞിട്ട് പരസ്യപ്പെട്ടു. എനിക്ക് ചിരി തോന്നിയൊരു സംഭവമാണ്. ഇനി നാളെ നിങ്ങളെ വീട്ടിലെടുത്ത് ലഹള ഉണ്ടാക്കുന്നവരെ പിടിച്ച് ചെയ്താൽ പിടിക്കൂല്ലോ. OLX അങ്ങനെ ഇയാളെ പറ്റി എല്ലാം വിളിച്ചിട്ടല്ല, നിങ്ങൾ വീട് വിൽക്കുന്നു. കുറെ ആളുകൾ കാണാൻ ഇയാൾ ആകെ നാല് ചമ്മി ഇയാളൊരു പരാതി എടുത്തു വന്നു. 4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചു. സംഭവം ശരിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാൾ കൊടുത്ത പണി നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് നാളെ എനിക്ക് നാളെ വരും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഓൺലൈൻ കാലത്ത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് പിടിക്കപ്പെടും. ഒരു കുറച്ച് സമയം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. OLX ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ IP അഡ്രസ് ഉൾപ്പെടെ ഞങ്ങൾക്ക് തരും. 4 മണിക്കൂറിനുള്ളിൽ തരും. OLX അത്ര കൃത്യമായ ഡീറ്റെയിൽസ് തരും. അതേപോലെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയുടെ അകത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ URL ഡീറ്റെയിൽസ് നിങ്ങൾക്കാണ് HTTPS URL. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്താൽ ആ പരാതിയുടെ അകത്ത് മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് പോലീസ് കണ്ടുപിടിച്ച് തരും. ഒരു പ്രശ്നവുമില്ല. URL വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതാണ്. 25,000 ആക്ട് 99. നിങ്ങൾ വിശ്വസിക്കോ? ഇത് നമുക്കൊരു ഫ്രോഡാണ്. നോക്കൂ, നിങ്ങള് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നേരത്തെ ക്ലാസ് ഇട്ടാൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ കിട്ടുകയാണ്. ഇതേ രീതിയിലാണ് പണം മുഴുവൻ പോകുന്നത്. ഞങ്ങളെ സൈബർ വിങ്ങിൽ വർക്ക് ചെയ്ത ഒരു DYSP കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് നിങ്ങള്? ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. സാർ, സാറ് 10 വർഷക്കാലം ഞങ്ങളെ സൈബർ വിങ്ങിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹം പണം ഞാനാണെ കൊടുക്കൂല, പരാതി പോട്ടെ, കുറവല്ലേ തന്നെ. ഇപ്പോ ഞാൻ 17 വർഷം സൈബർ വർക്ക് ചെയ്ത് എന്റെ ഒരു സൈബർ വിങ്ങിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. കാരണം എന്റെ കുഴപ്പം കൊണ്ട് പറ്റിയാൽ ഇദ്ദേഹം ചെയ്തത് ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ലാഭം ആരെങ്കിലും തരാ എന്ന് പറഞ്ഞാൽ ആ ലാഭത്തിന്റെ പുറത്തേക്ക് നിങ്ങൾ വീഴരുത്. നിങ്ങൾ എപ്പോഴാണോ അമിതമായ ഒരു ലാഭം ഒരാൾ പറയുന്നത്, ആ സമയത്ത് നിങ്ങൾ ഒരു സസ്പെക്ടഡ് മൈൻഡോടുകൂടി മാത്രമേ സമീപിക്കാവൂ. ഒരിക്കലും നിങ്ങൾ ലാഭം പ്രതീക്ഷിച്ചു. നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമുണ്ടാവും, പക്ഷെ അതിന് എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്, ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. RBI പറയുന്ന റൂളിന് വിരുദ്ധമായിട്ട് അതിനേക്കാൾ ഉപരി ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കുറിലോ അദ്ദേഹത്തിന്റെ പേര് ഫാദർ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം കേട്ടിട്ടില്ലേ? ഡിജിറ്റൽ അറസ്റ്റില് അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം പിറ്റേ രാവിലെ വരെ കമ്പ്യൂട്ടർ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് പേടിച്ചിട്ട്. അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ കേട്ടാൽ ഞെട്ടിപ്പോകും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട, വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ഉപരി പ്രായോഗികമായ ബുദ്ധിയുള്ളവർക്ക് ഇനി ജീവിക്കാൻ കഴിയും ടെക്നോളജി കാലഘട്ടത്തിൽ. നിങ്ങൾ നോക്കുക, ഇൻവെസ്റ്റ്മെന്റ് സ്കാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായ ഒരു കാര്യം അത് ചെയ്തില്ല. നിങ്ങളെ മനസ്സിലൊക്കെ മുമ്പായിരിക്കും ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ. പക്ഷെ നിങ്ങൾ ഈ കേട്ട സാധനങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പറ്റിക്കപ്പെടും. ഉറപ്പായിട്ടും പറ്റിക്കപ്പെടും. പറ്റിക്കപ്പെടണോ? വേണ്ട. ഇപ്പം എനിക്ക് പറ്റിക്കില്ല. പക്ഷെ നോക്കിക്കോളൂ, ഈ ഭയങ്കര ബുദ്ധിമാന്മാർ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളാണ് വരിക. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പണം പറ്റിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ എന്ന് ചോദിക്കും. അതെ, ഹിന്ദി അറിയുന്നുണ്ട്, പണം എന്തായാലും പോകും. ഇവൻ സംസാരിക്കുന്ന ഹിന്ദിയിലാണ് വീട്ടിൽ. അപ്പോൾ പോകും കൂടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷ് ഹിന്ദി കൂടുതൽ സംസാരിക്കുന്നുണ്ട്, പണമൊക്കെ പോയിട്ടുണ്ട്. കാരണം അറിയോ, വേണമെങ്കിൽ പണം പോയവർ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പണം പോയ എന്ന് പറയുന്ന ആളുകൾ ചോദിച്ചു നോക്കൂ, അല്ലേ? ചോദിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ തമാശ അറിയില്ല. നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ ചോദിച്ചാൽ മതി. നിങ്ങൾ ഹിന്ദി അറിയാം, ഞാൻ ഗൾഫിലെ 8 കൊല്ലം സാറായി. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഇവൻ സംസാരിക്കുന്നത് ഭാര്യയുടെ വിട്ടുക ഇംഗ്ലീഷ് ഇങ്ങനെ ഫ്ലുവന്റ് ആയി പറയാം. ആരോടെ പറയുന്ന റോളുകളാണ് പറയുന്നത്. അവർ സംസാരിച്ചിട്ട് അവരവർക്ക് പണം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇതിന് കുഴപ്പം വരിക. ഓക്കെ, ലോട്ടറി സ്കാം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ലോട്ടറി സ്കാം എങ്ങനെയാണ്? ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കില്ല കേട്ടോ. ലോട്ടറി എടുക്കണേ, നല്ല ലോട്ടറി അടിക്കും. വെറുതെ ലോട്ടറി അടിച്ചിരിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും കവർ അയച്ചാൽ അതിന് പണം കൊണ്ട് കൊടുക്കരുത്. ദയവ് ചെയ്തിട്ട് അതൊരു ലോട്ടറി സ്കാം ആണെന്ന് വിചാരിക്കണം. പാർസൽ സ്കാം, ഇത് ഇപ്പൊ സംഭവിക്കുന്ന സാധനമാണ്. നിങ്ങൾ പാർസൽ അയച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകനൊരു പാർസൽ അയച്ചു UK. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ, ഞാൻ കോഴിക്കോട് വന്നിട്ടാണ് അയച്ചത്.
6 ദിവസം വരും. ഇവിടെ നമ്മളെവിടെ തന്നെയാണ്, ഈ മാവൂർ തന്നെ ഉണ്ട് UK പാർസലയക്കുന്ന ഒരു സ്ഥലം. ഞാൻ അയച്ചപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അയച്ചു, 4700 രൂപ ഞാൻ കൊടുത്തു പാർസലിന്. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഒരു കോൾ. നിങ്ങൾ ഇംഗ്ലീഷാണ് ചോദിക്കുക, ഇംഗ്ലീഷ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങളിങ്ങനെ പാർസൽ അയച്ചിട്ടുണ്ടോ? അതിന്റെ കണ്ടന്റുകൾ വേറെയാണ്. ആ കണ്ടന്റുകൾ വേറെ കാര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ പോകുമ്പോൾ ഡൽഹിയിൽ നിന്ന് അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന് 25,000 രൂപയാണ് നിങ്ങൾ ഇതിന് ഫൈൻ അടയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞ 25 എന്നെയാണ് പറ്റിക്കുന്നതോ നിങ്ങൾ ആലോചിക്കണം. ഏത് എന്നോട് പറയാ. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്താ ചെയ്തു വക്കേനെ ചോദിച്ചേ. അപ്പൊ എന്നോട് സാർ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളൊരു ലിങ്ക് അയച്ചിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രാക്ക് ആയിട്ട് കിട്ടും. എന്താണെന്നറിയോ, എനി ഡെസ്ക് എന്ന് പറയുന്ന ആപ്പാണ്. ഞാനിത് നമ്മൾ ചെയ്യുന്ന സാധനമാണ്. ഞാൻ നോക്കി, ഞാൻ ചെയ്തു. എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നടന്നത് വേറൊരു മൊബൈൽ ഉപയോഗിച്ചാണ്, ഈ മൊബൈൽ ഉപയോഗിച്ചല്ല. ഞാൻ ബാങ്ക് ട്രാൻസാക്ഷൻ വേറൊരു മൊബൈലാണ്. അതിനകത്ത് ഞാൻ ഒരു ആപ്പും ഞാൻ ഇൻസ്റ്റാൾഡ് ആപ്പിലാവുന്നില്ല. അല്ലാതെ ഇത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കാൻ പോകും. ഇതിനകത്ത് കുറെ ആപ്പുകളുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട ആപ്പ് നിങ്ങൾ പഠിച്ചാൽ ബുദ്ധിമുട്ടാവും. പഠിക്കുന്ന കുട്ടികളോട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ ആപ്പുകൾ. ഈ ആപ്പ് ചെയ്താൽ ഞാൻ ആപ്പിലാവുമ്പോൾ എനിക്കറിയാം. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ തോന്നുന്നു നോക്കുമ്പോ നിങ്ങൾ എന്താണെന്നറിയോ, നമ്മൾ അടിക്കുന്ന മുഴുവൻ സാധനങ്ങൾ അവര് കാണുന്ന രൂപത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാണ്. ഞാൻ എന്റെ മകനായിട്ട് സാധനത്തിൽ അത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതിനകത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം ഇവർ പറ്റി ഞാൻ പറഞ്ഞു, ഞാൻ വർക്കിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സൈബർ വിങ്. പിന്നെ മാത്രമല്ല, ഞാൻ നമ്പർ ഇട്ട് നോക്കുമ്പോൾ അഡ്രസ് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് പശ്ചിമ ബംഗാളിലെ നമ്പർ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഡാറ്റ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. നിങ്ങളൊരു മാളിൽ കയറി നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ നമ്പർ ചോദിച്ചു കൊടുക്കാറില്ലേ? ഉണ്ടോ? കൊടുക്കാറില്ലേ? ഉണ്ട്. എവിടെയാണ് നിങ്ങൾ നമ്പർ മാറ്റാത്തത്? നിങ്ങളുടെ ഡാറ്റ ലോകത്തിലെ ഏറ്റവും വലിയ മറക്കാരൻ ആരാണ്? ആരാ മതി ലോകത്തിലെ ഏറ്റവും വലിയ മറക്കാരൻ ആരാ? ഒരു ചെറിയ ലോകത്തിലെ ഏറ്റവും വലിയ മറക്കാരൻ ആരാ? ഇത് PhD ചോദ്യമൊന്നുമല്ല. ഞാൻ അല്ല. ഡാറ്റ കൈവശമുള്ളവരാണ് ഏറ്റവും വലിയ മറക്കാരൻ. ശരിയല്ലേ? ഡാറ്റയാണ് ലോകം നയിക്കുന്നത്. സത്യമാണ് ഞാൻ പറയുന്നത്. ഡാറ്റ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാനുള്ളതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാർസൽ വന്നാൽ ദയവ് ചെയ്തിട്ട് ട്രാക്കിംഗ് ഐഡി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാക്ക് ഐഡി ആരെങ്കിലും അയച്ചതായി കാര്യം കേട്ടോ. പാർസൽ ആയിക്കോട്ടെ, അതെന്തെങ്കിൽ പോലീസ് പിടിക്കട്ടെ, എന്നാലും നമുക്ക് നോക്കാം എന്ന ചിന്ത നിങ്ങൾ വളർന്നു വരണം. അതിനുകൂടിയാണ് ഈ ക്ലാസ്സുകൾ. നിങ്ങൾ ചിന്ത വളർന്നുകൂടി. ഇതൊക്കെ എനിക്കറിയാം, പാർസൽ ഞാൻ അയക്കില്ല എന്നാലും അയച്ചു, സംശയമുള്ള കാര്യമാണ്. ഓക്കെ, KYC. ഇപ്പൊ ബാങ്കിന്റെ അകത്ത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും വരുന്നതാണ് KYC അപ്ഡേഷൻ. KYC എന്ന് പറയുന്ന സാധനം നിങ്ങളോട് ആരും ചോദിക്കില്ല ബാങ്ക് കേട്ടോ. ATM കൗണ്ടറിൽ പോയ ആൾക്കാർ ATM കാർഡിന്റെ പിൻ നമ്പർ ആരും ചോദിച്ച് ബാങ്ക് വിളിക്കില്ല. എന്നാലും വിളിച്ചാൽ നമ്മൾ കൊടുക്കും. ചുറ്റുവട്ടത്തെ ഏരിയച്ചാലും കൊടുക്കും. എന്തൊരു കഷ്ടം ആലോചിക്കുക. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കില്ല, ഞാൻ കൊടുക്കും. ബാങ്ക് ഹലോ ബാങ്കല്ലേ? കൊടുക്കും. എന്തൊരു കഷ്ടമാണ്. പിന്നെ നിങ്ങൾ എന്ത് ടെക്നോളജി വിളിച്ചിട്ട് എന്താണ് കാര്യം? ടെക്നോളജിയെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് തലച്ചോറിനകത്താണ്. അല്ലേ? നിങ്ങള് തലച്ചോറിനകത്ത് ഇംപ്ലാന്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കണം. ഹൃദയമാണ് നമ്മൾ നിലച്ചുപോയ തലച്ചോറുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ ഹൃദയത്തിൽ സ്നേഹം സാധിച്ചു, ഹൃദയത്തിന് നമ്മൾ ആവാഹിച്ചെടുത്ത് നിങ്ങളെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ അരിഞ്ഞുകൂടുന്നത്, ആ സബ് മൈൻഡിന്റെ സാധനമാണ് ടാലന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ആർജിച്ചെടുക്കുന്ന വിവരം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നല്ല ചിന്തകളായിരിക്കണം. എന്തിനാ എന്നോട് ചോദിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ചോദ്യം ചോദിക്കാവൂ, അല്ലാത്ത സ്ഥലത്തൊന്നും ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, ഇതൊക്കെ ക്രെഡിറ്റ് കാർഡിലൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാൽ നേരെ പോകും. ഇപ്പൊ പുതിയൊരു സാധനമാണ്, കഴിഞ്ഞ ദിവസം കോഴിക്കോട് സിറ്റിയിൽ പോയ പൈസയാണ് ജാക്ക്പോട്ട്. എന്നാൽ പറ്റില്ല സാർ, ഞാൻ കൊടുത്തു വയ്ക്കണം. ജാക്ക്പോട്ട് അടിച്ചല്ലേ കൊടുക്കുക. ഈ ജാക്ക്പോട്ടുള്ള സാധനം ജാക്ക്പോട്ട് ആരെങ്കിലും എടുക്കണ്ടേ? പണത്തോട് ആർത്തി ഉണ്ടെങ്കിൽ മാറി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡിജിറ്റൽ വിർച്വൽ അറസ്റ്റ്, ഇത് പുതിയ പരിപാടിയാണ്, നല്ല പരിപാടി. ഇങ്ങനെ ഒരു അറസ്റ്റ് കേരള പോലീസിന്റെ, ഇന്ത്യൻ പോലീസിന്റെ, ലോക പോലീസിന്റെ ചരിത്രത്തിലില്ല. അറസ്റ്റ് എന്നൊരു സാധനം എന്താണ്? ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാളെ കയ്യിൽ ഞാൻ പിടിക്കുമ്പോഴാണ് ഇയാൾ അറസ്റ്റ് ആവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളെ തിരുമേനി, അതായത് പള്ളിയിലെ ഫാദറിനെ രാവിലെ തൊട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ കമ്പ്യൂട്ടർ മുമ്പിൽ ഡിജിറ്റൽ അറസ്റ്റിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ അയാളെ PG എഴുതി വെച്ച
സമയം പോരാ, അത്രയും PG അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഡെസ്കിന്റെ മുകളിൽ മുഴുവൻ പേരാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്താണ്. നിങ്ങൾ എവിടെ പോയത്? പാവം വെള്ളക്കാരനെ കൊണ്ടു കൊടുക്കുകയാണ്, എന്നിട്ട് കുടിക്കുകയാണ്. ചെയ്ത് രാത്രി ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 1 കിലോമീറ്ററിന് 20 പോലീസുകാരുണ്ട്. 1 കിലോമീറ്ററിന് 20 പോലീസുകാർ ഏതെങ്കിലും ഒരുത്തരോട് വിളിച്ചു ചോദിച്ചാൽ ഈ ഡിജിറ്റൽ അറസ്റ്റ്. ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങൾ ഓർത്തിച്ചോളി, ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും പോകരുത്. ഇത് ഡിജിറ്റൽ അറസ്റ്റിന്റെ പൂർണ്ണ. നിങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യും കേട്ടോ. പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുല്ലേന്ന് പറയണം. പറയുമോ? ഡിജിറ്റൽ അറസ്റ്റോ ഇന്ത്യ ചരിത്രത്തിലില്ല എന്ന് പറയണം നമുക്ക്. എന്നാലും ഇത് ഞാനിവിടെ കേൾക്കുന്ന ആൾക്കാർ പോയിക്കോളൂ. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കും. ഒരു പാർസൽ നിങ്ങൾ മാനേജ് മകനേക്ക് അതിനകത്ത് MDMA ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മോ MDMA ഉണ്ടോ? MDMA ഉണ്ടാവട്ടെ, പോലീസ് നിങ്ങൾ നേരിട്ട് വിളിക്കും. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ വിളിച്ചാൽ ദയവ് ചെയ്ത് എന്നെ വിളിച്ചോളൂ. ഏത് പാതിരിക്ക് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും സൈബർ ക്രൈം വരാൻ എന്റെ ധൈര്യത്തിൽ വിളിച്ചോളൂ. നമുക്ക് അവരേക്ക് കോൺവെർസേഷൻ. അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ എനിക്കറിയാം. പണം പോക്കിന്നാൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ധൈര്യത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഏത് സൈബർ ക്രൈം പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. അതിനൊരു റെമഡിയൽ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. 100% പറഞ്ഞുതരും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് എന്റെ വാക്കാണ്. ഞാൻ പറഞ്ഞു തരുന്നത് ആരും മുൻകരുതി വെച്ചിട്ടാണ്. ഇനി ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ നോക്കാം. ജോബ് സീക്കിംഗ് സ്റ്റുഡൻസ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന സാധനമാണ്. പീപ്പിൾ വിത്ത് സ്മാൾ ബിസിനസ്. ഇങ്ങനെയൊക്കെ ചെയ്യില്ല. നിങ്ങൾ നോക്കൂ, പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി കൊടുക്കുന്ന ലോണിന് ആയിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്പുകൾ വരുന്നു പുതിയ. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ, ഒരു പുതിയ ഗവൺമെന്റ് പോളിസി വരുമ്പോൾ, ആ പോളിസിയോട് അനുബന്ധിച്ചുള്ള മുഴുവൻ സാധനങ്ങളും കോഡുകൾ കണ്ടെത്തുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് അവരെ എത്ര അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ്. എത്ര അപ്ഡേറ്റഡ് ആണ്? നിങ്ങൾ അപ്ഡേറ്റ് ആണോ? ഒരു ദിവസം പത്രം വായിക്കുന്നു. നിങ്ങൾ പത്രം വായിക്കാൻ ഒരു ദിവസം ഉണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ മറച്ചിട്ടാണ് ചെയ്യാം. വായിക്കാറുണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ മറച്ചിടും. ക്രിക്കറ്റ് ആണെങ്കിൽ തെണ്ടുൽക്കർ എന്താ ചെയ്യുന്നത്? വിരാട് കോഹ്ലി എനിക്ക് നോക്കും, മറിച്ചിട്ട് പോവുകയും ചെയ്യാം. അവര് ആ ന്യൂക്കൻ കോർണർ വായിക്കുന്നു പത്രത്തിൽ. അവരാണെങ്കിൽ യഥാർത്ഥത്തിന്റെ ബ്രില്യൻ ക്യാരക്ടേഴ്സ് എന്ന് ഞാൻ പറയും. അവര് ദിനംപ്രതി വരുന്ന സർക്കാരിന്റെ ഓരോ പദ്ധതികളെ കുറിച്ചും ഇവർ നടത്തുന്ന ടെക്നോളജിയെ കുറിച്ച് ഇന്ന് പത്രത്തിൽ വന്നാൽ അവർ നാളെ പഠിക്കും. ഇവരെങ്ങനെയാണ് ടെക്നോളജി ചെയ്യുന്നത്, ഇവരെ മറികടക്കാൻ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കള്ളൻ പോലീസാണ്. കള്ളനാണ് മുന്നിൽ, പോലീസ് പുറകിലാണ്. കള്ളന്മാരുടെ ടെക്നോളജി ദിനംപ്രതി അഡ്വാൻസ്ഡ് ആണ്. അല്ലേ? ശരിയല്ലേ? ഇന്ന് ഞാനിപ്പോ ഒരു സാധനത്തിന് അടച്ചു പറഞ്ഞാൽ കള്ളന്മാര് വേറെ ചെയ്യും. നമ്മൾ സിം സ്വാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞ് സിം സ്വാപ്പിംഗ് ഏകദേശം നിന്നു. പക്ഷെ അവർ വേറൊരു അഡ്വാൻസ് ലെവലിലേക്ക് വരും. അവർ വേറെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ ഗ്രീഡിയായ മെന്റാലിറ്റിയെ ചൂഷണം ചെയ്യാൻ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ കേസ് കണ്ടിട്ടുള്ള കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം അടിച്ചു കൊണ്ടുപോകുന്നത്. കോടിക്കണക്കിന് രൂപ ഒരു പണിയില്ലാത്തവന്റെ അക്കൗണ്ടിലേക്ക് 6, 10, 16, 26, 36, 100, 150, 200 കോടി രൂപ ആര് കൊടുക്കുന്നു? നമ്മൾ കൈ അയച്ച് സമ്പാദിക്കാൻ. ബസ്സിൽ വരുന്നവരോട് ഭക്ഷണമായി കൊടുക്കാൻ നമ്മൾ നിൽക്കില്ലോ. ഒരു ചോറ് നിങ്ങൾ ആരുമായി കൊടുക്കും? വളരെ കുറച്ച് പേരുമായി കൊടുക്കും. നിങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ എന്തു പണി ചെയ്യും? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്താണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ പഠിക്കാനായി ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് പോയി ചേരണം. ദയവായിട്ട് ക്രിപ്റ്റോ കറൻസിന്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വെച്ച് ഞാൻ എടുത്തത് എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി ഉണ്ടാകുന്നത്. നിങ്ങൾ ഇവരോട് പറഞ്ഞാൽ മതി, ഇവരെടുത്തരും. ദയവ് ചെയ്തിട്ട് ക്രിപ്റ്റോ കറൻസി കിട്ടും എന്നുള്ള മൈൻഡ് ചെയ്യാൻ പോരുത്. അങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രോഡുകളെ നോക്കുന്നത് കേട്ടു. ഇതാണെങ്കിൽ നിങ്ങൾ പറയാൻ സമയമില്ലേ? 10% നോക്കാം. എന്റെ ടിപ്സുകളാണിത്. ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാണെന്ന് അറിയില്ല. ഞാൻ എന്റെ സൈബറിന്റെ അകത്തുനിന്ന് ഞാൻ കണ്ടെത്തിയ ടിപ്സുകളാണ്. എങ്ങനെയാണ് ചെയ്യുക? നെവർ റെസ്പോണ്ട് ടു അൺസോളിസിറ്റഡ് ഓഫർ റിസീവിംഗ് ത്രൂ ഇമെയിൽ, മെസ്സേജ്, ഫോൺ കോൾ ആൻഡ് അതർ സോഷ്യൽ മീഡിയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമല്ലാത്ത കേന്ദ്രത്തിൽ നിന്ന് എന്ത് വന്നാലും നോ. എന്ത് പഠിക്കണം നമ്മൾ? നോ. എല്ലാത്തിനും നോ പഠിക്കുന്നത്. പസുക്കല്ലോ നോ പറയണം. അങ്ങനെയല്ല, നമുക്ക് അല്ലാത്ത സാധനങ്ങൾ നോ പറയാം. അങ്ങനെ പഠിക്കുവോ? അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ AI ടെക്നോളജി കൊണ്ട് കാര്യമുണ്ട്. ഇല്ല, AI ടെക്നോളജി വെച്ച് നിങ്ങളെ പറ്റിക്കാം. കർമ്മക്കൊള്ളിക്കുക. AI ടെക്നോളജി ഒന്നിനും കൊള്ളില്ലെന്ന് പറയാം. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു 10 വർഷം പിന്നിലാണ്. ശരിയാണ്, 10 വർഷം പിന്നിലാണ്. നമ്മൾ പഠിക്കണം. ഞാൻ കഴിഞ്ഞ 2022 ഹൈദരാബാദ് പോലീസ് അക്കാദമിയിൽ ഞങ്ങൾക്കൊരു കേരളത്തിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു CI, 2 SI മാത്രം, അതിൽ ഒരാൾ ഞാനായിരുന്നു. ഞങ്ങൾ പോയി അവിടെ ഭയങ്കര അഡ്വാൻസ്ഡ് ലെവലിൽ പഠിപ്പിക്കുന്നു. ഹൈദരാബാദ് പോലീസ് അക്കാദമി നിങ്ങൾ കാണണം. സൂപ്പർ പോലീസ് അക്കാദമി. അവിടുത്തെ ഫോറൻസിക് വിഭാഗത്തിലൊക്കെ നമ്മൾ പോയാൽ അങ്ങോട്ട് കയറാൻ സമ്മതിക്കില്ല. അത്രയും സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് അവിടെയുള്ളത്. അവിടെ പോകുമ്പോൾ അവര് AI ടെക്നോളജിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുക. AI ടെക്നോളജി കേരളത്തിലേക്ക് അങ്ങനെ വന്നിട്ടില്ല.
ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ആകാംക്ഷകൾ നിൽക്കുകയാണ്. പഞ്ചാബിൽ നിന്ന് വരുന്ന ടീമുകളാണ്, ടെക്കികളാണ് ക്ലാസ് എടുക്കുന്നത്. അവർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് എന്താണ് ഇനി അടുത്ത ടെക്നോളജി, പോലീസിന് ഭീഷണിയായി വരാൻ പോകുന്ന ടെക്നോളജിയാണ് ഇവരിപ്പോൾ പഠിക്കുന്നത്. ഇനി ഇവരെയായിരിക്കും നമുക്ക് ആവശ്യം വരിക. കാരണം ക്രൈമുകൾ മുഴുവൻ വരാൻ പോകുന്ന ടെക്നോളജി യൂസ് ഇതായിരിക്കും ചെയ്യുന്നത്. നിങ്ങളെ മാന്ത്രികമായ വലയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ച് നിങ്ങളെ മാന്ത്രികൻ ഞാനാണെന്ന തോന്നൽ ഇല്യൂഷൻ നിങ്ങളിലേക്ക് വരുത്തി ആ തോന്നലിൽ നിന്ന് പണമാർജിക്കുക, നിങ്ങളെ ചതിക്കുക, പറ്റിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. എങ്ങനെ വിജിലന്റ് ആയിരിക്കണം? നിഴലുകളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം കണ്ണാടിയിൽ സ്വന്തം രൂപമാണ് കാണുന്നത് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ടെക്നോളജി പടർന്നു പന്തലിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മുടെ വിശ്വാസത എന്ന് പറയുന്നത് നമ്മൾ തലച്ചോറിനകത്തുകൂടെ തരംതിരിച്ച് കാണുന്ന രീതി തന്നെയാണ്. ഒരു സംശയം. അപ്പൊ തലച്ചോറ് ഉപയോഗിക്കണം. അതേ പറഞ്ഞത് ഡു നോട്ട് ഷെയർ ഇൻ ഫിനാൻഷ്യൽ ക്രെഡിറ്റ്. നമ്മളെല്ലാം വാട്സപ്പിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? വാട്സപ്പ് സെക്യൂർ ആണല്ലേ? സെക്യൂർ ആണ് വാട്സപ്പ്. വാട്സപ്പിലൊക്കെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇസ്രായേലിന്റെ ടൂൾ ഉപയോഗിച്ച് വാട്സപ്പിന്റെ അകത്ത് നിങ്ങൾ ഡിലീറ്റ് ഫോർ എവരി വൺ ഒക്കെ അടിക്കില്ലേ? ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ അല്ലേ? ഉമ്മ കൊടുത്ത് ഭാര്യ കാര്യം ഡിലീറ്റ്, ഭർത്താവ് കാര്യം ഡിലീറ്റ് ചെയ്യും, മക്കള് അച്ഛൻ കാര്യം അമ്മ കാര്യം ഡിലീറ്റ് ചെയ്യും. സെക്യൂർ ആണോ? ഡിലീറ്റ് ചെയ്ത സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? നിങ്ങൾ കാണുന്ന ചിലവർക്ക് ഉമ്മയൊക്കെ കണ്ടാൽ ആത്മഹത്യ ചില കുട്ടികളൊക്കെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പറന്നു വരിക ചെയ്യാം. എന്തെല്ലാം പറഞ്ഞത്. അപ്പൊ ഇതൊന്നും സെക്യൂർ അല്ല. നിങ്ങൾ അങ്ങനെ സെക്യൂർ ആണെന്ന് വിചാരിച്ചാണെങ്കിൽ അതിനുള്ള സാധനം, ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ ഇസ്രായേലിന്റെ ടൂള് ഞങ്ങളിട്ടുണ്ട്. ഞാൻ തമാശ അറിയാം, കാര്യം അറിയാം. ഞങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞല്ല. അപ്പൊ നമ്മളെ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ പ്രതിയാണ്. ഒരു കാരണം നമുക്ക് ഇതിന്റെ അകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടുകൂടി നിൽക്കണം എന്ന് പറയാം. നെവർ ഫോർവേഡ് SMS നോക്കാം ഫ്രം മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ആൻഡ് അനദർ മൊബൈൽ നമ്പർ. നിങ്ങൾ ആരെങ്കിലും, എല്ലാവർക്കും ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ട ടെക്നിക്കൽ ഉൾപ്പെടെ. ആരെങ്കിലും നിരന്തരമുള്ള ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്? SMS ചെക്ക് ചെയ്യാറുണ്ടോ? ഉണ്ടോ അല്ലേ? ഉണ്ടോ? വരുന്നു പൈസ, പോകുന്നു പൈസ, വരുന്നു പൈസ, പോകുന്നു പൈസ. അവസാനം അക്കൗണ്ട് പൈസ ഇല്ലെങ്കിൽ ഓക്കെ അക്കൗണ്ട് പൈസ ഇല്ലേ? അങ്ങനെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ മാറി, ആളൊക്കെ മാറി. എന്റെ മകൻ ചെന്നൈ പഠിക്കുന്ന സമയത്ത് എന്റെ വൈഫിനോടൊന്ന് ഒരു 1K അയച്ചില്ല പറഞ്ഞു അച്ഛനോട്. എന്റെ വൈഫിന് മനസ്സിലായി 1K എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു കിലോ അയച്ചു കൊടുക്കാൻ പറഞ്ഞെങ്കിൽ സാധനം. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ 1K എന്ന് പറഞ്ഞാൽ 1000 രൂപ അയച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മൾ ആൾക്കാർ 1K കേൾക്കുന്നത് അപ്പാണ് പഠിത്തം 1K എന്നൊക്കെ ആയി പോയി കുട്ടികളൊക്കെ പറയാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം, രക്ഷിതാക്കൾ അപ്ഡേറ്റ് ആയിരിക്കണം, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണെന്ന് ചിന്തിച്ചിരിക്കണം, പഠിക്കണം. ഞാൻ ഇപ്പോഴും പഠിക്കുന്നു, 55 വയസ്സെനിക്കായി ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തമാശോടെയല്ല. നമ്മൾ ദിനംപ്രതി വായിക്കുകയും പഠിക്കുകയും ദിനംപ്രതി പത്രങ്ങളിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റുകളൊക്കെ മനസ്സിലാക്കി ചെയ്താൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ഒരു ബോധവൽക്കരണ ക്ലാസ്സിനെയും നിങ്ങൾക്ക് ആവശ്യമില്ല. എന്തായിരിക്കണം? നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. വി ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ വാട്ട് വി ആർ എന്നാണ് ഞാൻ പഠിച്ച ശ്രീ ബുദ്ധന്റെ വാക്കുകളാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാനാണോ? അല്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവവും ശീലവും. ശ്രീ ബുദ്ധന്റെ ഏറ്റവും മനോഹരമായ വാക്കാണ് നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കുന്നുവോ. ഓർത്തു വെച്ചോളൂ, നിങ്ങൾ എന്തു തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ സ്വയം സ്വായത്തമാക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവവും ശീലവും. അല്ലാതെ ജനിച്ചു വരുമ്പോൾ തന്നെ DNA ഇങ്ങനെ വന്നിട്ടൊന്നുമല്ല. നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് നല്ല മഹത്തരമായ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും ശീലവും നിങ്ങൾ നല്ല മഹത്തരമായ കാര്യങ്ങളിലേക്ക് തന്നെ പോകും. അതിനൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡു നോട്ട് ഇൻസ്റ്റാൾ എനി റിമോട്ട് ആക്സസ്. ഒരു കാരണവശാലും ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കരുത്. ഇത് നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല കേട്ടോ. വായിച്ചു നോക്കിയാൽ കിട്ടാൻ സാധനമാണ്. നിങ്ങൾ വേറെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. നോക്കുക, നിങ്ങളുടെ അക്കൗണ്ടുകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ജാമ്പവാന്റെ കാലത്ത് വാങ്ങിയ ഫോൺ ജാമ്പവാന്റെ കാലത്ത് ഇല്ലായിരിക്കും ഉണ്ടാവും. അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ? എത്ര പേര് അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് ഫോൺ? വെറുതെ. യെസ്, നല്ല ആൾക്കാർ. ഇവര് നല്ല ആൾക്കാർ അപ്ഡേഷൻ ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. നമ്മൾ വെള്ളത്തിൽ മടി. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്, ഈ ഹൃദയം അരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആരും ഹൃദയം പിടിപ്പിക്കില്ല കേട്ടോ. നമ്മൾ ചത്തുപോയിട്ടുണ്ടാവുമല്ലോ. ഹൃദയം ഇരിക്കുന്നത് നമ്മളോട് ചോദിക്കാറില്ലേ അല്ലെ? ഹൃദയം ഇരിക്കുന്നത് നിങ്ങളോട് പറയാൻ ചാവി കൊടുത്ത് നിങ്ങൾ ചാവി കൊടുക്കുമോ? നമ്മൾ കൊടുക്കൂല. അത്ര വലിയ പാടാണ്.
മാറ്റിവെക്കപ്പെടേണ്ടുന്ന മാസ്റ്ററാണ് നമ്മൾ എന്ന് ഞാൻ പറയാം. ഇന്ന് നാളെ ഇവിടെ പറഞ്ഞാൽ ഇന്ന് വേണ്ട, ദേശോടി കോടി കിടക്കും, മറ്റന്നാളോടാ. എന്നിട്ട് വേറെ എന്റെ അസുഖം വരുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ ഓടിയാണ് അല്ലേ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരു കിലോമീറ്ററോടെ എത്ര സമയം എടുക്കും? ഇങ്ങനെ ആരെങ്കിലും ഒരു കിലോമീറ്ററോടെ എത്ര സമയം എടുക്കും? 5 മിനിറ്റ് താഴെ. നിങ്ങൾ 5 മിനിറ്റ് താഴെ എടുക്കും. നിങ്ങളെ പുറകെ 4 പട്ടികൾ ഓടി വരികയല്ലേ? അങ്ങനെ 1 കിലോമീറ്റർ എത്ര മിനിറ്റുള്ളൂ? എത്ര മിനിറ്റുള്ളൂ? അപ്പൊ അങ്ങ് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ സ്പീഡ് കൂട്ടണമെങ്കിൽ പട്ടി വരണം പറയും. പട്ടി ഓടണോ? എന്നാൽ നമ്മൾ സ്പീഡ് കൂട്ടും. നമുക്ക് ഒരാൾ പുഷ് ചെയ്യണം അല്ലേ? നിങ്ങൾ രാത്രി പണ്ട് ചൂട്ട് കെട്ടി പോവുകയായിരുന്നു പണ്ട്. ഇപ്പം ടോർച്ച് കെട്ടി പോവാണ്. ഇപ്പൊ മൊബൈലിന്റെ വിളിച്ചാണല്ലോ. നമ്മളെ പള്ളിയിലേക്കൂടെ പോകുമ്പോൾ ഒരു പേടിയായി. അപ്പൊ നമ്മളൊരു നടത്തത്തിന്റെ സ്പീഡ് 2 കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ആരും നടക്കുന്ന ആൾക്കാരില്ലേ? ആരും നടക്കാറുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചു, പള്ളിയിൽ എത്ര ധൈര്യശാലിയെന്ന് പറഞ്ഞാലും ആ പള്ളിയിൽ എത്ര ബൊമ്മക്കുണ്ടല്ലോ, ഒരു കൈക്കൊക്കെ ഒരു പറയൽ വരികയെ ഇല്ല. പിന്നെ അല്ലാണ്ടോ ആയിരക്കണക്കിന് വായിച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് പുഷ് ചെയ്യല്ല നമ്മൾ വേണം, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇതൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായി. നോക്കാം, നിങ്ങൾ സെപ്റ്റിക് യൂസ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. നമ്മളെ ലാപ്ടോപ്പ് ആണെങ്കിൽ എന്നോട് നിങ്ങളോട് റിക്വസ്റ്റ്, നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും. ലാപ്ടോപ്പ് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻ ഔട്ട് ചെയ്ത് വെക്കുക. പാസ്വേഡ് ഉണ്ടാവുമല്ലോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്നാൽ കഴിഞ്ഞ വർഷം 2022 +1 +2 നിങ്ങൾ ബാലുശ്ശേരിയാണ് കേസ്. ബാലുശ്ശേരിയിൽ ഒരു പയ്യൻ +1 അലോട്ട്മെന്റിന് കൊടുത്തു. +1 അലോട്ട്മെന്റിന് കൊടുത്തപ്പോ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തു. ഇവൻ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഇവൻ മാറ്റി കൊടുക്കാൻ നമുക്ക് ഇവൻ 40 കിലോമീറ്റർ അപ്പുറം സ്കൂളിലേക്ക് ഇവനെ മാറ്റിക്കളഞ്ഞു. ഒരു സെക്കൻഡ് ഇവന്റെ ഓപ്ഷൻ മാറ്റി. എന്ത് വെച്ച് മാറ്റി? നിങ്ങൾ ഇവന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് മാറ്റി. ഇവൻ തുറന്നു വെച്ച ലാപ്ടോപ്പിൽ ഇവന്റെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് ഇവൻ മാറ്റി 40 കിലോമീറ്റർ അപ്പുറത്തെ അവസാനം കൊടുത്ത 26ാമത്തെ 28ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റി. ഈ പയ്യൻ കൊടുത്തത് ഈ സ്ഥലത്തേക്കാണ്. അങ്ങനെ ഈ പയ്യൻ ആകെ ബേജാറായി. അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? ഫുൾ A+ കിട്ടിയിട്ട് തൂക്കി വയ്ക്കുക. അങ്ങനെയല്ലേ? അതങ്ങനെ നമുക്ക് വിചാരിച്ച ആളെ കിട്ടിയിട്ട് തൂക്കി വയ്ക്കുക. നമ്മളെ പരിപാടി ഇല്ലാതാണോ? ഈ പയ്യൻ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് കാണുന്നത്. അങ്ങനെ മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. ഞങ്ങൾ നോക്കുമ്പോൾ IP അഡ്രസ്, ഈ പയ്യന്റെ IP അഡ്രസ് ഉണ്ട്. ലാപ്ടോപ്പിന്റെ അകത്ത് പയ്യന്റെ IP അഡ്രസ് എങ്ങനെ പിടിക്കപ്പെടാ? ഈ പയ്യന്റെ വീട്ടിന്റെ അകത്ത് BSNL കണക്ഷന്റെ IP അഡ്രസ് കിട്ടി. പിടിക്കാൻ പറ്റുമോ? അപ്പൊ പയ്യന്റെ അഡ്രസ് എപ്പോൾ എന്താ പറയാ? ഈ പയ്യനോട് ചോദിച്ചു, നിന്റെ ലാപ്ടോപ്പ് അവിടെ വെച്ച് പോകുമ്പോൾ ആരാണ് ഉപയോഗിക്കുന്നത്? നോക്കുമ്പോ ഈ പയ്യന്റെ ചങ്ക് ബ്രോഡ് മാറ്റിയത്. നിങ്ങൾ പറയാം ഈ പയ്യനൊന്ന് കൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത് പയ്യനെ മാറ്റി കൊടുത്തു കേട്ടോ. വിദ്യാഭ്യാസം ഇങ്ങനെ പറ്റിയതാണ്, ഇങ്ങനെയാണ്, ഇവരെ കൊണ്ട് ആരോ മാറ്റിയാണ്. ആ IP അഡ്രസ് VPN ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എഴുതി അയച്ചിട്ട് കിട്ടി. ഒറിജിനൽ ആണെങ്കിൽ കിട്ടില്ല. അങ്ങനെ പിന്നെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ വിശ്വസ്തരാണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ കാമുകിയോ കാമുകനോ ഒക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ കയ്യകലം പാലിച്ചിരിക്കണം നിർബന്ധമായിട്ട് എന്ന് പറയാനാണ്. ഓക്കെ, നോക്കാം. സെക്യൂരിറ്റി സെറ്റിംഗ്സ്, എല്ലാ സെക്യൂരിറ്റി സെറ്റിംഗ്സുകൾ ചെക്ക് ചെയ്യാം. ബാക്കപ്പ് നിർബന്ധമായി ചെയ്തു നോക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസുകളെ, ജീവിതത്തിലെ നല്ല ഓർമ്മകളെ നമ്മുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തു വെക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കുക. അത് ഓർമ്മയുണ്ടായിരിക്കണം മനസ്സിൽ. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുക. ടാർഗറ്റ്, നിങ്ങളെ ആരും ടാർഗറ്റ് ചെയ്തേക്കാം. ഒരിക്കലും നിങ്ങൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഏത് രാജ്യത്തേക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ നിങ്ങളെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത് നിങ്ങൾ എഴുതി വെച്ച് എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാട്ടോ. ഡോണ്ട് എവർ സേ ഐ വോണ്ട് ഹാപ്പൻ ടു മീ, വി ആർ ഓൾ അറ്റ് റിസ്ക് ആൻഡ് ആർ ഹൈ ഫോർ യുവർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, അതിനകത്ത് യു ആർ ടാർഗറ്റഡ് ആണ്. എപ്പോഴും ടാർഗറ്റഡ് ആണ് നമ്മൾ. അത് ഓർമ്മയുണ്ടാവണം. ഒരു യുദ്ധം ഉണ്ടാവുന്നതിനാണ് സൈന്യത്തെ സജ്ജീകരിക്കുന്നത് പോലെ. സൈന്യത്തിന്റെ പണി ഇപ്പൊ യുദ്ധമുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ. ഇങ്ങനെ സൈന്യത്തിന്റെ നിർത്തുന്നത് യുദ്ധം എപ്പോഴും ഉണ്ടാവും. ഇതേ ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് എപ്പോഴും ആക്രമണം, ഇനിയിപ്പം ആക്രമണം പേടിച്ചിട്ട് പോകാതിരിക്കേണ്ട, കാരണം ഇറങ്ങണമെന്ന് നിൽക്കേണ്ട, ഏത് സമയവും നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് ഇവിടത്തേക്ക് മാറ്റി മാത്രം ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഞാൻ പുറത്ത് നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യാറില്ല. ഇത്രയും സാധനങ്ങൾ ഇരിക്കുന്ന സമയത്ത് കീപ്പ് സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അപ് ടു ഡേറ്റ് ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ നിർബന്ധമായി ചെയ്യണം. അടുത്തത് നെക്സ്റ്റ് വൺ,
അവോയ്ഡ് ഫിഷിംഗ് സ്കാം, ബിവെയർ ഓഫ് സസ്പീഷ്യസ് ഇമെയിൽ ഓർ ഫോൺ. നിങ്ങൾ ഒരു ഇമെയിൽ വന്നാൽ അന്നേരം കാര്യം തുറക്കരുത്. അതെന്താണ്, അഡ്രസ് എന്താണെന്നൊക്കെ നിങ്ങൾ നോക്കണം. അല്ലാതെ ലിങ്കുകളുള്ളോ നിങ്ങൾ നോക്കണം. അങ്ങനെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ. നെക്സ്റ്റ് വൺ, ഗുഡ് പാസ്വേഡ് മാനേജ്മെന്റ്. പാസ്വേഡ് മാനേജ്മെന്റ് നിർബന്ധമായി നമ്മൾ പരിശീലിക്കണം. ATM കാർഡിന്റെ 5 എന്റെ സമയമായി. ATM കാർഡിന്റെ നമ്പർ, ATM കാർഡിന്റെ കവർ എഴുതി വെക്കുന്ന സെക്യൂരിറ്റി അല്ല നമുക്ക് വേണ്ടത്. പാസ്വേഡുകൾ എല്ലാ മാസവും മാറ്റുന്നതായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. ATM കാർഡിന്റെ പിൻ നമ്പർ പോലും 2 ആഴ്ച കൂടും മാറ്റുന്ന ആളാണ് ഞാൻ. 2 ആഴ്ച കൂടും ATMന്റെ പിൻ നമ്പർ ഞാൻ മാറ്റും. എന്റെ എല്ലാ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ പാസ്വേഡും 1 മാസത്തിനുള്ളിൽ ഞാൻ മാറ്റും. ഞാൻ പഠിച്ചത് ഈ ക്രൈമിന്റെ അകത്ത് കണ്ട തിയറി വെച്ചിട്ട് പഠിച്ച ആളാണ് ഞാൻ. ഞാൻ ഏറ്റവും കാലം ഇന്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്ന ആളാണ്. ഇന്ന് വരെ എന്റെ പണം ആരും ഉപയോഗിക്കില്ല. ഞാൻ ഒരു പരീക്ഷ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറില്ല. ഞാൻ ഒരു ലിങ്കും ഞാൻ ക്ലിക്ക് ചെയ്യാറില്ല. ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് പണം പോയിട്ട് നാളെ പോകുന്നറിയില്ല. ബി കെയർഫുൾ വാട്ട് യു ക്ലിക്ക്. നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യുമോ എന്ന് നോക്കുക. വെറുതെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ക്ലിക്ക് ഒരു സ്വഭാവമുണ്ട്. വെറുതെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? പഠനത്തിന് നീ കൂടുതലുണ്ടാണ് കേട്ടോ. പിന്നൊന്നും ചെയ്യാൻ പറ്റും. പരമ്പോത്തിന് വിളിക്കേണ്ടി വരും. ഒരു ആവേശത്തിന് കെട്ട് തുള്ളിയാൽ 2 ആവേശത്തിന് കാര്യം കഴിയില്ല. നിങ്ങൾ ആദ്യം തീരെ ആലോചിച്ചാൽ മതി. ഒരു ആവേശത്തിന് വേണ്ടി കെട്ടിലൊക്കെ ചാടിയിരിക്കാം. ചാടുക മതി. നിങ്ങളുടെ കെട്ട് തുള്ളി എന്ന് പറയും. തുള്ളി എന്ന് പറയും. കെട്ട് തുള്ളിയാൽ 2 ആവേശത്തിന് കാര്യം കഴിയില്ല. എന്നാൽ പരമ്പോത്തിന് വിളിക്കേണ്ടി വരും. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അറിയേണ്ടത് ബി കെയർഫുൾ വാട്ട് യു ക്ലിക്ക്. നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് ആലോചിക്കുക. ഇനി നെവർ ലീവ് ഡിവൈസ് അൺഅറ്റൻഡഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾ മൊബൈൽ ഫോണുകളായ എന്തായാലും മൊബൈൽ ഫോൺ പാസ്വേഡ് കൊടുത്തേ ഉപയോഗിക്കാവോ. അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ നിങ്ങൾ അവിടെ നിന്ന് പോകുമ്പോൾ അതിൽ പാസ്വേഡ് ഉണ്ടാവും. അതിനെ ലോഗൗട്ട് ചെയ്തിട്ട് പോവുക. ഈ ലോഗൗട്ട് ചെയ്യാൻ പോയത് എന്ന് പറഞ്ഞ ഉദാഹരണം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇനി യൂസ് മൊബൈൽ ഡിവൈസ് സേഫ്റ്റി. എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്? എന്താ പറയാ, മൊബൈൽ ഫോണിനകത്ത് വരുന്ന ഒരു സാധനവും അൺനെസസറി വരുന്ന ഒരു സാധനവും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് മൊബൈൽ ഫോൺ അപ് ടു ഡേറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ ലോക്ക് ഡിവൈസ് ലോക്ക് ചെയ്തേ ഉപയോഗിക്കാവോ. ഡിവൈസ് ലോക്ക് ചെയ്യാതെ ഉപയോഗിക്കാനേ പാടില്ല. മൊബൈൽ ഫോണിനകത്ത് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ അതേപോലെ ഫോർവേഡ് ചെയ്താൽ അതേപോലെ ചെയ്യണം. രാവിലെ 10 മെസ്സേജ് അയച്ചെങ്കിലും പുറത്തു വരില്ല. കണ്ടാൽ ഒറ്റ കുട്ടി ഫുട്ബോളിങ് പറയില്ല. പറയൂ, നേരിട്ട് കണ്ടാൽ ഞാൻ ഫുട്ബോളിങ് അയച്ചത് 3 പേർക്ക്. ഒന്ന് എന്റെ ഗുരുനാഥൻ, 2 എന്റെ 2 സുഹൃത്തുക്കൾക്ക് മാത്രം. ആകെ 3 പേർക്ക്. 2 പ്രായമുള്ള ആൾക്കാരാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ ഇയാളാക്ക 3 കഴിക്കുന്നത് ഇയാൾക്ക് 3 കമ്പ് കിട്ടുമെന്നും ചോദിക്കണ്ട. 3 പ്രായമുള്ള ആൾക്കാരാണ്. അവര് ദിവസം അയാൾ പ്രായമുള്ള 80-85 വയസ്സുള്ള. ഞാൻ കൗൺസിലിംഗ് നടത്തിയാണ് നമ്മളെ കോവിഡിന്റെ സമയത്ത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു ഗുഡ് മോർണിംഗ് അയക്കാനുള്ളത്. അയാൾ എന്റെ ഗുഡ് മോർണിംഗ് കണ്ടില്ലെങ്കിൽ കൃത്യം 5:55 അയാൾ എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു. ഞാൻ അയാൾക്ക് 5, അതുകൊണ്ട് ഞാനൊരു ശീലം പഠിച്ചു. 5:55 ഞാനോട് സത്യം അയാൾക്ക് വേണ്ടി മാത്രം അയാളെ മാനസികമായ തലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം അയാൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയാൽ വീട്ടിൽ ചെന്നാൽ ഭാര്യയും ഭർത്താക്കന്മാരും മക്കളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം. കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന ടെക്നോളജി ഒക്കെ വികസിപ്പിച്ച് വരുമ്പോൾ ആരെങ്കിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഓരോരുത്തർ വിളിച്ചു പോകുന്ന ഒരു രീതി ഉണ്ടാവരുത്. ഞാനിപ്പം എന്റെ വീട്ടിലേക്ക് അറിഞ്ഞു ചെല്ലുമ്പോഴും ദൂരെ കാറിന്റെ ഓണടിച്ച് നോക്കും. നിങ്ങളെല്ലാം വാതിൽ ഉറന്നില്ലെങ്കിൽ എനിക്ക് പേടി. ആരുമില്ല, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. വാതിൽ ഉറന്നിട്ട് എനിക്കൊരു സംശയമാണ്, പോയോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഞാൻ നടത്തും. ഞാനിപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കും. ഞാൻ 4 മണിക്ക് പേരാമ്പലം എത്തും എന്നൊക്കെ പറയാം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി അറിയില്ല. എന്നെ ആകാംക്ഷയ്ക്ക് എല്ലാവർക്കും ആകാംക്ഷയില്ലേ, ഇങ്ങോട്ട് പോയി ആരാണ് വിളിക്കുന്നത്, എന്താണ് വിളിക്കുന്നത് എന്നറിയില്ല. അപ്പൊ ആകാംക്ഷാപൂർവ്വമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് നിൽക്കുക എന്നതാണ്. ഇൻസ്റ്റാൾ ആന്റിവൈറസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ബാക്കപ്പ് ഡാറ്റ പറഞ്ഞു. നോക്കാം, ഇതാണ് എന്റെ നിങ്ങളോട് പറയാനുള്ളത്. ഓൺലി വേ ടു ബി സേഫ് ഈസ് എ പേ അറ്റൻഷൻ ആൻഡ് ആക്ട് സ്മാർട്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള മോട്ടോ ഇതാണ്. നിങ്ങൾ നോക്കുക, അത് മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓൺലി വേ ടു ബി സേഫ്. നിങ്ങൾക്ക് ഒറ്റ വഴി. എന്താ വഴി? പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതൊരു കുട്ടി മുന്നിൽ ബേക്കിൽ നടന്നു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, മകനെ ശ്രദ്ധിക്കും. ഒരു കഥ കേട്ടിട്ടുണ്ടാവും. മകൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്, മനോഹരമായ ഉത്തരവ്. അച്ഛൻ നടന്നോളൂ, അച്ഛന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് ഞാൻ നടന്നു വരുന്നത്. അച്ഛന്റെ ഉറച്ച കാൽവെപ്പുകൾ നടക്കുന്ന ഉറച്ച പ്രകടനത്തിലാണെങ്കിൽ ഞാൻ എന്റെ കാൽവെപ്പുകൾ വെക്കുന്ന അച്ഛന്റെ അതേ കോപ്പിങ് കാൽപ്പാടുകളിലാണ്. അതുകൊണ്ട് അച്ഛന്റെ കാൽപ്പാടുകൾ തേടിയുള്ള എന്റെ യാത്ര, അച്ഛന്റെ കാൽപ്പാടുകൾ എങ്ങോട്ടാണോ പോകുന്നത് അതനുസരിച്ച് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്, ടെക്നോളജി അല്ല. ടെക്നോളജി വളർന്ന് വികസിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ടെക്നോളജിയിൽ
മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ടെക്നോളജിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇനി ജീവിതമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, നിരന്തരമായി നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചിന്തിച്ച് ഭ്രാന്തായി പോകാതെ നോക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഇനി എല്ലാ കാര്യത്തെ കുറിച്ചും വളരെ മനോഹരമായി നിങ്ങൾ ചിന്തിച്ച് എല്ലാത്തിനോടും ചോദ്യചിഹ്നം നിങ്ങൾ ഉണ്ടാവണം. തലച്ചോറിന്റെ അടുത്തൊരു ചോദ്യചിഹ്നം ഉണ്ടാവണം, ഒരു ലോക്ക് ഉണ്ടാവണം. ആവശ്യമില്ലാത്ത സ്ഥലം ലോക്ക് ചെയ്ത് ഉപയോഗിക്കാം. മനസ്സിലായോ? ആ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം APJ അബ്ദുൽ കലാം സാർ പറഞ്ഞൊരു വരി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് വൈകിപ്പിക്കുകയാണ്. We cannot change our future. നമുക്ക് നമ്മുടെ ഭാവി മാറ്റാനേ കഴിയില്ല. APJയുടെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ്. നമുക്ക് നമ്മുടെ ഭാവി മാറ്റാൻ We cannot change our future. നമുക്ക് നമ്മുടെ ഭാവി മാറ്റാൻ കഴിയില്ല. We can change our habits. നമുക്ക് നമ്മുടെ ശീലങ്ങൾ മാറ്റാം. ശ്രദ്ധിക്കണം, we can change our habits. നമുക്ക് നമ്മുടെ ശീലങ്ങൾ മാറ്റാം. Surely habits will change our future. എത്ര മനോഹരമാണ് കുട്ടികൾ. അദ്ദേഹത്തിന്റെ റിതമെറ്റിക്കായി അദ്ദേഹം പറയുന്നത് we cannot change our future. We can change our habits. Surely habits will change our future. എന്റെ ഏറ്റവും മനോഹരമായ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കാൻ കഴിയുന്നത് നമ്മുടെ ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ശീലങ്ങൾ മാറ്റി ആ നല്ല ശീലങ്ങളിലൂടെ ഒരു ദിവസം അവസാനിക്കുകയും ആ നല്ല ശീലങ്ങളിലൂടെ വീട്ടിൽ നിന്ന് തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഊർജ്ജസ്വലരായ ആൾക്കാരായി നിങ്ങൾ മാറട്ടെ. അടുത്ത ടെക്നോളജിയിലൂടെ നിങ്ങൾ ഈ ലോകത്തിന്റെ അനന്തവിഭാഗത്തിലേക്ക് വളർന്നു വരാൻ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള നമ്പർ. 1930 ഏത് സൈബർ ക്രൈം വന്നാലും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ പുതിയ സംവിധാനമാണ് 1930. 1930 ഈ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 1930 എന്ന് പറയുന്ന സമയത്തിനകത്ത് നിങ്ങൾക്ക് കാണാം cybercrime.gov.in. ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനും പോകണ്ട. നിങ്ങൾക്ക് ഇതിലൂടെ പരാതി കൊടുക്കാം. നിങ്ങൾ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിൽ വിധേയമായാൽ ആ നിമിഷം ആ ഗോൾഡൻ അവേഴ്സിൽ നിങ്ങൾ കൊടുത്താൽ പണം മുഴുവൻ അവിടെ ഹോൾഡാവും. ഒരു സംശയം വിചാരിക്കണ്ട. ആരോട് നിങ്ങൾ ചോദിക്കരുത്. 1930 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ തരും. www.cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അതിമനോഹരമായ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. സൈബർ ക്രൈമും ഫിനാൻഷ്യൽ ക്രൈം എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കാണാം. ഈ 2 ഓപ്ഷൻ മാറ്റി മാറ്റി നിങ്ങൾക്ക് കൊടുത്തിട്ട് ഓൺലൈൻ ചെയ്യാം. അതേപോലെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ വീട് പോയാൽ ഒറ്റ നെലവിളി പറഞ്ഞ് സംസാരിക്കാം. നിങ്ങൾ മൊബൈൽ ഫോൺ വീട് പോയാൽ എന്താ ചെയ്യാം? നെലവിളി ചെയ്യുന്നതിനനുസരിച്ചിട്ട് മൊബൈൽ ഫോൺ വീട് പോയില്ല ആണോ? എന്ത് ചെയ്യും? ലൊക്കേഷൻ ലൊക്കേഷൻ ആൻഡ്രോയിഡ് ആപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഡിവൈസ് വെച്ചിട്ട് ചെയ്യാം. ഫൈൻഡ് മൈ ഡിവൈസ് ഒന്നും വെച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വീട് പോയാൽ ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ വീട് പോയാൽ ആ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നത് വിചാരിക്കാം. നിങ്ങൾക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ എടുത്തി. ഒന്നാമത്തെ കാര്യം, ലൊക്കേഷൻ എടുത്ത് സൈബർ സെല്ലിൽ നേരിട്ട് എടുത്തപ്പോൾ കിട്ടില്ല. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവാം. ഇനി അത് സ്വിച്ച് ഓഫ് ചെയ്തു വിചാരിക്കും, ആരോ എടുത്തു കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ അടുത്ത നടപടികൾ വേണ്ട. അതിന് IMEI നമ്പർ ഉണ്ട്. 14 അക്കം മുതൽ 16 അക്കം വരെയുള്ള IMEI നമ്പർ, ഇന്റർനാഷണൽ മൊബൈൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി എന്ന് പറയുന്ന IMEI നമ്പർ നിങ്ങൾ എഴുതി വെക്കാൻ ഇന്ന് പോയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ആ IMEI നമ്പർ നിങ്ങൾ എടുക്കുന്നു. ആ IMEI നമ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരാതി കൊടുക്കാൻ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. തുണ പോർട്ടൽ വഴി പരാതി കൊടുക്കാം. തുണ പോർട്ടൽ മറന്നുപോയിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് പരാതി കൊടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കപ്പെടുത്തണം. നമ്മൾ വെറുതെ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ട് നിങ്ങൾക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ തിരക്കായിരിക്കും. നിങ്ങൾക്ക് വീട്ടിന്റെ അകത്ത് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം അങ്ങനെ ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന സാധനം തുണ പോർട്ടൽ വഴി നിങ്ങൾക്ക് പരാതി കൊടുക്കാം. THUവിന്റെ തുണ പോർട്ടൽ, ആ പോർട്ടൽ വഴി നിങ്ങൾ പരാതി കൊടുക്കുക. അതിന്റെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം, തുണ പോർട്ടൽ വഴി പരാതി കൊടുക്കുക. അതിന്റെ റെസീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. മറന്നുപോയത് സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. മൂന്നാമത്തെ കാര്യം, സിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി കാണിച്ച് ഒഴിവാക്കാൻ. എനിക്ക് വല്ല ടൈം ഷെഡ്യൂൾ തെറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ
ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ റെസീറ്റ് ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. CEIR സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇതുവഴി ഏകദേശം കോഴിക്കോട് റൂറൽ ജില്ല മാത്രം 3000 ഫോണുകൾ കഴിഞ്ഞ വർഷം കണ്ടുപിടിച്ചു. നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു പോലീസുകാർ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല കേട്ടോ. ഈ പോർട്ടലുകൾ ഏതാണ്ട് ഫോൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. IMEI ട്രേസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പരിപാടി. നിങ്ങൾക്ക് നോക്കാം, ഇതിനകത്ത് 3 ഓപ്ഷൻ കാണാം. നോക്കൂ നിങ്ങൾ, ബ്ലോക്ക് ലോസ്റ്റ് മൊബൈൽ. നിങ്ങളുടെ മൊബൈൽ ഫോൺ അതിനകത്ത് 100% ബ്ലോക്ക് ആവും 24 മണിക്കൂർ ഈ സൈറ്റിൽ കൊടുത്താൽ. നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് ആരെങ്കിലും സിം ഇടുമ്പോൾ നിങ്ങൾക്ക് SMS ആയി അലേർട്ട് വരുന്നു. സിം നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ അകത്ത് ഇതാ ഒരു സിം ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തൊട്ടടുത്ത പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അതിന് വിവരം കിട്ടുമെന്നതാണ്. നിങ്ങൾ ഈ റെസീറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന എന്റെ CIR പോർട്ടലിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ തന്നെ ഒറ്റ കാര്യമുള്ളൂ. ഈ CIR പോർട്ടലിന്റെ അകത്ത് ഈ ബ്ലോക്ക് ലോസ്റ്റ് മൊബൈൽ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആകെ 6 കോളമേ പൂരിപ്പിക്കട്ടു. ഈ കോളം പൂരിപ്പിച്ച് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ തരും. അത് മറന്നു പോകരുത്. ഇനി അത് മറന്നു പോകാൻ വേണ്ടിയിട്ട് വേറെ പോകുക, അത് വിട്ടുതരിക. ആ റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് SMS ആയിട്ട് വരും. ഓർത്ത് വെക്കുക, SMS മാറ്റി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് മൊബൈലിനകത്ത് നമ്പർ ഇട്ടാൽ, സിം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് SMS ആയിട്ട് അലേർട്ട് മെസ്സേജ് വരും. ആ അലേർട്ട് മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുത്താൽ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് നിന്ന് SMS മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ആ അഡ്രസ് കണ്ടുപിടിച്ച് മൊബൈൽ ഫോൺ നിങ്ങൾ എത്തിച്ചു. എന്തെങ്കിലും ചെയ്യോ, വീട് പോയാൽ ചെയ്യോ. ഇത് മരിച്ചു നിൽക്കരുത്. ദയവ് ചെയ്ത് വരും, കടന്നു വരും എന്നല്ലോ. ഇല്ല, നിങ്ങൾക്ക് അതേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പരാതി കൊടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് തുണാ പോർട്ടൽ വഴി നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ IMEI നമ്പർ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ ആണെങ്കിൽ ഇതിന്റെ അകത്ത് നിങ്ങൾ ഇത് അടിക്കുമ്പോൾ നിങ്ങളുടെ IMEI നമ്പർ നിങ്ങൾ റെസീറ്റിൽ കാണിച്ചിരിക്കുന്ന IMEI നമ്പർ അല്ലെങ്കിൽ പോവില്ല. അങ്ങനെ ചെയ്യാൻ നല്ല ചോദ്യമാണ് കേട്ടോ, സൂപ്പർ ചോദ്യം. അങ്ങനെ ചെയ്യാൻ കഴിയും. നമുക്ക് വേറെ തന്നെ IMEI നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾ ചോദിക്കുന്നില്ല. അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിരിക്കണം. ആ നമ്പറിന്റെ അകത്ത് ഇതിന്റെ പ്രത്യേകത ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ആ മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സിം നമ്പറും കാണാൻ കഴിയും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പോലീസിന് കാണാൻ പറ്റും. മനസ്സിലായോ? ഏറ്റവും ഭയങ്കര ഞങ്ങൾ ഒരു ഫിനാൻഷ്യൽ ടൈമില് 120ഓളം മൊബൈൽ IMEI നമ്പർ ഉപയോഗിച്ച് ഞങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 120ഓളം IMEI നമ്പർ നിങ്ങൾ ആലോചിക്കണം. ഏകദേശം 60-65ഓളം മൊബൈൽ നമ്പറുകൾ ഉണ്ടാവും. ഇത് ഭയങ്കര നല്ല സൈറ്റാണ്. ഇതാരെ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ട്? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ മൊബൈൽ? നിങ്ങൾ എന്നെ വിളിക്കൂ, ആര് FIR വേണം? ഒരിക്കൽ ഞാൻ പറഞ്ഞ നമ്മൾ പഠിച്ചിരിക്കണം. ഒരിക്കലും FIR വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ, ഏത് ഓഫീസിൽ പരാതി കൊടുത്താൽ, പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, ഒരു രസീത് ഉണ്ട്. അതേപോലെ ചെയ്തിട്ട് നിങ്ങൾ രസീതെങ്കിലും വാങ്ങണം പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതും വാങ്ങില്ല, നമുക്ക് തിരക്കാം. ഇപ്പൊ ഫുള്ള് ഇന്നലെ ഒരു മണി ഈ ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ പോയി കാര്യം നോക്ക്, താഴേക്ക് നോക്കിയാൽ ഓടുന്നത് ഇത് എങ്ങോട്ടാ ഓടുന്ന ആൾക്കാർ ഒരു പണി ഉണ്ടാവില്ല. ഇതിന് വെറുതെ പോയി ഇല്ല. ശ്രദ്ധിച്ചിട്ടോ? നിങ്ങൾ ഓഫീസ് ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇടയ്ക്ക് കാര്യം നോക്കുന്ന സ്ഥലമാണ്. ആൾക്കാർ ഇങ്ങനെ പറന്നു പോകുന്നതാണ് ഇങ്ങോട്ട്. നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് മതിയെന്ന് വരില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ FIR വേണ്ട. ഞാൻ ഇതിന്റെ ഒരു ബ്രോഷർ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയൊക്കെ കൊടുക്കാതെ എന്റെ വാട്സപ്പ് നമ്പർ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറയുന്ന എല്ലാം ആ ബ്രോഷർ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തേക്കാം. എങ്ങനെയൊക്കെ കൊടുക്കാം. FIR വേണ്ട, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. FIR വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു നിയമമില്ല. FIR വേണ്ട. ഇനി വിശ്വസിക്കോ? വേണ്ട, വിശ്വസിക്കോ? ഇന്ന് ആരും വിശ്വസിക്കില്ല. FIR വേണ്ട. എന്താണ് പറയാ? അയാൾ അന്ന് FIR അതാ മനസ്സിൽ വരിക. അന്ന് അയാൾ FIR വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേണ്ട, നിങ്ങൾക്ക് രസീത് മാത്രം മതി. ഇന്നൊരു തുണാ പോർട്ടലിൽ കൊടുത്താൽ ഒരു രസീത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് 100% അത് മതി. ആ രസീതാണ് നമ്മളിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ ഇത് നിങ്ങൾ വേറെ പറ്റിച്ചാൽ നിങ്ങൾ കൂടി കൊടുക്കുന്നേ ഉള്ളൂ. കാരണം മുഴുവൻ വിവരം ഇതാരെ തരുന്നവരെങ്കിൽ ട്രായാണ്. നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ട്രായാണ് ഇത് ആൾക്കാർ. നിങ്ങൾ അങ്ങനെ തമാശ കളിച്ച് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എന്റെ മൊബൈൽ നമ്പർ ഞാൻ പറയാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി ഈ URL എന്ന് പറഞ്ഞ സാധനം അറിയാൻ ആൾക്കാരൊന്നുമില്ലല്ലോ. ഓക്കെ, അറിയാമോ? നിങ്ങൾ മാത്രമല്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് കൂടെ ക്ലാസ് എടുക്കാൻ പോലും ആൾക്കാർക്കൊന്നും അറിയില്ല. പല ആൾക്കാർക്കും
ഒരു 5 മണിക്കൂറുള്ള ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഒറ്റ മണിക്കൂറിൽ ചുരുക്കിയത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇതിന്റെ കഷായം ഞാൻ 10 ഗ്ലാസ് കഷായം ഞാൻ ഒറ്റ ഗ്ലാസ് കഷായമാക്കി മാറ്റിയത്. അതുകൊണ്ട് അതിന്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ കുറവുണ്ടാവും. എന്നോട് സറിയാൻ ക്ഷമിക്കുക. ഇതാണ് എന്റെ നമ്പർ. നിങ്ങൾക്ക് ഏത് കാലത്തും ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. ആ ഏത് പാതിരി എന്നെ വിളിച്ചാലും എന്റെ വൈഫ് എന്റെ ഒരു സംശയമില്ലാത്ത കാലത്തോളം ഞാൻ എല്ലാ കോളും എടുക്കാറുണ്ട്. സ്ത്രീകളെ വിളിക്കാറുണ്ട്. എന്റെ കോളിനകത്ത് 5 മിനിറ്റ് കൂടുതൽ ഒരു കോൾ എന്റെ കോളിൽ കാണില്ല. സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എന്ത് കാര്യങ്ങളും വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഡാറ്റ റിക്കവർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റ് കിട്ടണമെങ്കിലോ ഒരു യുവാവ് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഉറപ്പ് പറയുന്നത് എന്നെ എത്രയോ പേര് വിളിക്കാറുണ്ട്. അതിലൊരാൾ എന്റെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയും മൊബൈൽ എന്തിനാണ് ആൾക്കാർ വിളിക്കണ്ടേ വേണ്ടേ? ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടത് വെറും ബോറും പരിപാടിയാണ്. എനിക്ക് മൊബൈൽ ഫോൺ കൊണ്ടെടുക്കുന്നത് എന്തിനാണ്? എന്നെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ആരും വിളിച്ചിട്ട് ഈ സാധനം കൊണ്ട് എന്താണ് എനിക്ക് ഗുണം? അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും വിളിച്ചോളൂ. നമ്മൾ അതിലൊന്നും പറയുന്നില്ല. ഉണ്ടോ? നമ്മൾ മാന്യമായി സംസാരിക്കുന്നു, മാന്യമായി അവർക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു. അവരെ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു, ഞാനും ഹായ് പറയുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്റെ പേര് സത്യൻ കാര്യൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേറെ കാണുമ്പോൾ നിങ്ങളൊരു പുഞ്ചിരി നമ്മൾ എടുക്കുക. ഞാൻ ഇന്ന് 4 നമ്മളൊരു ഓണത്തിന്റെ, ഞാൻ എല്ലാ ഓണത്തിനും എല്ലാ വിഷുവിനും എല്ലാ ആഘോഷങ്ങൾക്കും പാട്ടുകൾ എഴുതുന്ന ഒരാൾ കൂടിയാണ്. എന്റെ ഓണത്തിന്റെ ഒരു ആൽബമാണ് നാളെ അതിന്റെ പണിയാണ്. അപ്പൊ ഇന്നലെ ഇറങ്ങാൻ വിചാരിച്ച് നടന്നില്ല. അപ്പം ടൈം ഷെഡ്യൂൾ തെറ്റിക്കും. അപ്പൊ നമ്മൾ ഈ തിരക്കിനിടയിലാണ് ഈ പാട്ടുകൾ. ഞാൻ എന്റെ പ്രസ്റ്റേഷനൊക്കെ തീർക്കലും വായനകൾ പത്രങ്ങൾ വായിക്കുക. 5 പത്രങ്ങൾ വെറുതെ വായിക്കുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷനൊക്കെ പ്രിവെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ വായിക്കുക, നന്നായിട്ട് വായിക്കുക. മൊബൈൽ ഫോണിൽ ആണെങ്കിൽ പെയിന്റ് അടിച്ചോണ്ട് വായിച്ചോണ്ട് കുഴപ്പമില്ല. താഴോട്ടും മേലോട്ടും പെയിന്റ് അടിച്ചിട്ട് വായിക്കാം. അല്ലെങ്കിൽ തിരിച്ചു മറിച്ചു. നമ്മളിങ്ങനെ പെയിന്റ് അടിച്ച കുട്ടികൾ ഇങ്ങനെ പെയിന്റ് അടിക്കുന്നത് ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്. നമ്മുടെ വീട്ടിന്റെ അകത്ത് മാക്സിമം മൊബൈൽ ഫോണുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ കപ്പൽ, ഈ ജീവിതമാകുന്ന നൗക തൊഴിലിനെ അക്കരെത്തിക്കാൻ ഭയങ്കര പാടാണ്. ഈ പാടുള്ള ഈ കാറും പോലും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ഈ സമുദ്രത്തില് നമ്മൾ അക്കരയ്ക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ ജോലിയാണ്. ആ ശ്രമകരമായ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു. നല്ല പുഞ്ചിരിക്കില്ല മുഖത്തോടുകൂടി. വെറുതെ പുഞ്ചിരിക്കുന്നത് അവിടെ ഈ മാവോടുള്ളിൽ വെറുതെ ആരോടും ചിരിക്കണ്ട. വെറുതെ മുഴുകി പോകും. ചിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ചിരിക്കുക. കരയാൻ കഴിയുന്ന സ്ഥലത്ത് കരയരുത്. ചിരിയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്റെ പ്രയാസങ്ങളെ മനസ്സിലൊതുക്കിക്കൊണ്ട് ഇത് ഞാൻ റിക്കവറി സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും. നമ്മളെ സെൽഫ് ഹിപ്നോസിസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്ന വേറൊരു മാർഗം. സെൽഫായിട്ട് നമ്മളെല്ലാത്തിനെയും ടോളറേറ്റ് ചെയ്യാൻ പഠിക്കുക. ആരും നമുക്ക് നമ്മളിലേക്ക് നമ്മൾ നേടിയില്ല. ഇപ്പൊ നമ്മൾ മാന്യമായി ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ മാന്യതയോടുകൂടി എന്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യും എന്ന ചിന്തയോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങളൊരു കാൽവെപ്പ് എടുത്തു വെക്കുക. ഈ കാൽവെപ്പാണ് നിങ്ങൾ എടുത്തു വെക്കുന്ന ഒരു കാൽവെപ്പാണ് നിങ്ങൾ 1000 കിലോമീറ്റർ ഓടുന്നതും 10000 കിലോമീറ്റർ ഓടുന്നതും 25,000 കിലോമീറ്റർ നടക്കുന്നതും ഒക്കെ ഫസ്റ്റ് കാൽവെപ്പുകളാണ്. നിങ്ങളുടെ കാൽവെപ്പുകൾ ഉറച്ച പ്രകടനത്തിലാവട്ടെ. അതിനുവേണ്ടി ഈ ടെക്നോളജി ഇതിന് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സുഖകരമായ രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിന്റെ എല്ലാ സംഘാടകരോടും ഹൃദയത്തിൽ ചേർത്ത